കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വെള്ളിയാഴ്ച പകൽ ഉപവാസ പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് നമ്മുടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ, ദൈവ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ക്രിസ്തുയേശുവിൽ വന്ദനം ചെയ്യുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി നമുക്ക് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 7-ാമത്തെ വാക്യം. യേശു അവനോട്, ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. സ്തോത്രം. ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത, മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം, ഗുരുവായവൻ, യജമാനനായവൻ ഒരു ദാസനെ പോലെ തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകുവാനും അവരുടെ കാല് തുടയ്ക്കുവാനും തുടങ്ങി. തീർന്നില്ല, ചുംബിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ഈ പ്രവൃത്തി കർത്താവ് ഇങ്ങനെ ചെയ്ത് ശിമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്നു. ശിമോൻ പത്രോസിൻ്റെ അടുക്കൽ വന്ന് കർത്താവ് അവൻ്റെ കാല് കഴുകാൻ തുടങ്ങിയപ്പോൾ ശിമോൻ പത്രോസ് ചോദിക്കുക, കർത്താവേ, നീ എൻ്റെ കാൽ കഴുകുവാൻ വന്നിരിക്കുന്നുവോ? യേശു അവനോട്, അതാ ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം, തുടർന്ന് കർത്താവ് അവനോട് സംസാരിക്കുന്നു. ഞാൻ നിന്നെ കഴുകിയില്ലെങ്കിൽ നിനക്ക് എന്നോട് പങ്കും ഓഹരിയുമില്ല എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ മനസ്സ് പെട്ടെന്ന് മാറുകയാണ്. പത്രോസ് പറയുക, നീ എൻ്റെ കാല് മാത്രമല്ല, അല്ലേ, എൻ്റെ കൈയും തലയും കൂടെ കഴുകണമേ എന്ന് യേശുവിനോട് പത്രോസ് പറയുക. യേശു അതിന് മറുപടി പറയുന്നുണ്ട്, കുളിച്ചിരിക്കുന്നവന്, അല്ലേ, കാലല്ലാതെ മറ്റൊന്നും കഴുകുവാൻ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് യേശു പത്രോസിൻ്റെ കാല് കഴുകി തുടച്ചു. നമ്മുടെ ചിന്ത അവിടെ യേശു പത്രോസിനോട് പറഞ്ഞ വാക്കാ, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നീട് അറിയും. ഇന്ന് വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ വളരെ കുറച്ച് പേര് ഇന്ന് പകൽ ദൈവത്തെ സ്തോത്രം ചെയ്ത് ആരാധിക്കുവാൻ വചനത്തിന് മുമ്പാകെ വന്നിരിക്കുന്ന നിങ്ങളോട് പറയട്ടെ, ദൈവം ചെയ്യുന്ന പല പ്രവൃത്തികളും, അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ ലക്ഷ്യങ്ങൾ നാം ഇപ്പോൾ അറിയുന്നില്ല. പല കാര്യങ്ങളും നമുക്കപ്പോൾ മനസ്സിലാകില്ല, പല കാര്യങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കും. പത്രോസ് തെറ്റിദ്ധരിച്ചതല്ലേ, അങ്ങ് ചെയ്യുന്ന പ്രവൃത്തി ശരിയല്ല എന്ന് പത്രോസ് പറഞ്ഞു. കാര്യം എന്താ? ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല, കാരണം അങ്ങ് ഗുരുവായ അങ്ങ് ശിഷ്യന്മാരുടെ കാല് കഴുകാൻ പാടില്ല. ഇത് ദാസന്റെ പ്രവൃത്തിയാണ്. ദാസന്റെ പ്രവൃത്തി എന്തിന് യജമാനനായ ഗുരുവായ അങ്ങ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് മനസ്സിലായില്ല, അവനാകെ കൺഫ്യൂഷനായി, തെറ്റിദ്ധരിക്കുകയാണ്. അവൻ പറയുക, തടയുകയാണ് യേശുവിനെ. അപ്പോഴാണ് യേശു പറയുന്നത്, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിലാകട്ടെ, മറ്റുള്ളവരുടെ ജീവിതത്തിലാകട്ടെ, ഈ മുഴു ലോകത്തിലാകട്ടെ, ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല. പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. ദൈവം വളരെ റോങ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ചിലപ്പോൾ ദൈവം ഒന്നും പ്രവർത്തിക്കുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. ദൈവം എന്നെ ഉപേക്ഷിച്ചെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയാണോ ദൈവം പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിച്ച് ഒരുപക്ഷെ ദൈവത്തിന് ശരിയായി പ്രവർത്തിക്കാൻ അറിയില്ല, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അല്ലേ, ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയുന്നവരുണ്ട്.
യേശു ലാസറിൻ്റെ ഭവനത്തിൽ 4-ാം ദിവസമാണ് അവിടെ വന്നതല്ലേ. പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് എന്തിനാ, മാർത്ത പറയുന്നുണ്ട്, ഗുരുവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പം നീ വളരെ ലേറ്റായിപ്പോയി, നീ വളരെ താമസിച്ചാണ് വന്നത്. വരികയായിരുന്നെങ്കിൽ നീ നേരത്തെ വരണമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയെ മനസ്സിലാക്കുന്നില്ല തെറ്റായി ചിത്രീകരിക്കുന്ന ആളുകൾ, തെറ്റായി മനസ്സിലാക്കുന്ന ആളുകൾ. എന്തിനാണ് ദൈവം ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? പക്ഷെ നിങ്ങളറിയണം, പല പ്രവൃത്തിയുടെയും പിന്നിലെ ദൈവത്തിൻ്റെ കരത്തെ കാണാനുള്ള നമ്മുടെ കഴിവില്ലായ്മയാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ തെറ്റിദ്ധരിക്കാനിടയാകുന്നത്. ഇസ്രായേലിൻ്റെ മുഴുവൻ ചരിത്രം പരിശോധിച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അത് വെച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒന്നും മനസ്സിലാകാതെ ദൈവപ്രവൃത്തിയെ തെറ്റിദ്ധരിച്ചവരുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ കരം മനസ്സിലാകാതെ പോയ ആളുകളുണ്ട്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും മനസ്സിലാകുന്നില്ല എന്നതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നോ ദൈവം തെറ്റായിട്ടാണോ പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവമെല്ലാം നന്നായി ചെയ്യുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ ദൈവം വാഗ്ദത്തം കൊടുത്തു, നിങ്ങൾക്കൊരു സന്തതിയെ തരും. അബ്രഹാമിനോട് പറഞ്ഞപ്പം നിന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണല് പോലെയുമാകും. എന്നിട്ട് 25 വർഷത്തെ ദീർഘമായ താമസം അവരുടെ ജീവിതത്തിലുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എന്താ ദൈവം ഇച്ചിരി നേരത്തെ പ്രവർത്തിക്കാഞ്ഞത്? അവർ തന്നെ പറഞ്ഞു 100 വയസ്സായി. വാഗ്ദത്തമൊക്കെ പറയുമ്പോൾ അവർ ചിരിച്ചു അല്ലേ. ഇനി ഞങ്ങൾക്കൊരു സന്തതി പിറക്കുമോ എന്ന് അവിശ്വസിച്ചു. ഇശ്മായേൽ ഞങ്ങളുടെ മുമ്പിൽ ജീവിച്ചിരുന്നാൽ മതിയെന്ന് അവർ ആഗ്രഹിച്ചു. ദൈവം വളരെ ലേറ്റായിപ്പോയി, ദൈവത്തിൻ്റെ പ്രവൃത്തി ശരിയായില്ല എന്ന് ചിന്തിച്ചവരാണവർ. പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി അളക്കാൻ, അതിഗ്രഹിക്കാൻ പൗലോസ് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ധനം, അവിടുത്തെ ജ്ഞാനം, അല്ലെ അവിടുത്തെ മഹത്വത്തെ ഒന്നും ഒരാൾക്കും പിടികിട്ടില്ല. അവിടുന്ന് അത്ഭുതകരമായി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് കാലപ്പഴക്കം വിഷയമല്ല. നാളുകൾ കുറച്ച് കഴിഞ്ഞതുകൊണ്ട് ഇനി ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കില്ല എന്നില്ല. ദൈവം എപ്പോഴും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവത്തിൻ്റെ സമയത്ത് ദൈവം വെളിപ്പെടുത്തും. അത് പ്രവർത്തിക്കാൻ ശക്തനാ. പത്രോസിനോട് പറഞ്ഞതുപോലെ ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നുവെന്ന് അതിൻ്റെ അർത്ഥം നിനക്കറിയത്തില്ല, പിന്നീട് മനസ്സിലാകുക. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോഴോ നമുക്ക് പലപ്പോഴും ദൈവം പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാകുന്നില്ല. അതിന് കാരണം നമ്മൾ കാഴ്ചയാൽ കാണുന്നവരാ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക, ദൈവം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? പാസ്റ്ററെ, എൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ? എൻ്റെ കുടുംബത്തിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല, ദൈവം ഞങ്ങളെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, ദൈവം ഞങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, ദൈവം ഒന്നും കാണുന്നില്ല, ദൈവം ഒന്നും അറിയുന്നില്ല. പക്ഷെ ദൈവം അദൃശ്യമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൃശ്യമായി ചിലത് പ്രവർത്തിച്ചാൽ നമുക്കത് മനസ്സിലാകുന്നുമില്ല. പത്രോസിനെ പോലെ ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഇപ്പം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തെറ്റിദ്ധരിക്കുന്നവർ 25 വർഷത്തെ ദീർഘമായ കാത്തിരിപ്പിന് ശേഷം ഒരു മകനെ കൊടുത്തില്ലേ? ഒരു ദിവസം പറയുക, നിന്റെ ഏകജാതനായ പുത്രനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ കൊണ്ടുപോയി യാഗം കഴിക്കുക. എന്ത് പ്രവൃത്തിയാണ് ദൈവം ഇതിൽ നിന്നൊക്കെ ഉദ്ദേശിക്കുന്നത്? ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അബ്രഹാം ദൈവത്തെ അകമഴിഞ്ഞ് വിശ്വസിച്ച, സ്നേഹിച്ച ഒരു വ്യക്തി ആയതുകൊണ്ട് ചോദ്യം ചെയ്യാതെ ദൈവശബ്ദം അനുസരിച്ചു. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യരുത്. അതിനകത്ത് ഭോഷത്വം ആരോപിക്കരുത്. അതിനകത്ത് മണ്ടത്തരമാണെന്ന് പറയരുത്. ഇന്ന് പകൽ ചോദ്യം ചെയ്യാതെ ദൈവത്തെ, ആമേൻ, അവിടുത്തെ പ്രവൃത്തിയെ അംഗീകരിച്ച് അതിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയാണ് ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഒരിക്കലും തെറ്റായി പ്രവർത്തിക്കുന്നവനല്ല. ദൈവം ഒരിക്കലും ഭോഷത്വമായി ഇത് ചെയ്യത്തില്ല. അവിടുന്ന് സർവജ്ഞാനിയായ ദൈവമാണ്. അവൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതകരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദൈവമാണ്.
സ്തോത്രം. യോസഫിൻ്റെ ലൈഫ് നോക്കിയാൽ നമുക്ക് ഈ കഥയൊക്കെ അറിയാം. ദൈവത്തിൻ്റെ പ്രവൃത്തി ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത്? ദൈവം ഒരാളെ ആ വ്യക്തിയോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റുവാൻ, അദ്ദേഹത്തെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ മാർഗം ഇതാണോ എന്ന് ഒരുപക്ഷെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നിയേക്കാം. പക്ഷേ അന്നത് അനുഭവിച്ച സ്റ്റേജിലൂടെ കടന്നുപോയ ആർക്കും പറയാൻ പറ്റുകയില്ല ദൈവം ഇതാണ് ചെയ്തത്, ഇതാണ് ഉദ്ദേശിച്ചതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യോസഫിന് പോലും മനസ്സിലായില്ല. പൊട്ടക്കിണറ്റിൽ വീണപ്പോൾ യോസഫ് ഒരുപക്ഷെ ചിന്തിച്ചിരിക്കാം, എൻ്റെ ജീവിതം ഇവിടെ തീർന്നു. സഹോദരന്മാർ ചിന്തിച്ചതെന്താ? ഇവൻ ഇവിടെ അവസാനിക്കും. പക്ഷേ അവിടം കൊണ്ട് തീർന്നില്ല. അതിനപ്പുറം അല്ലേ, ഇസ്മായിലിയർക്ക് വിൽക്കുകയാ. അവിടം കൊണ്ടും യോസഫ് ചിന്തിച്ചിരിക്കാം, എൻ്റെ ജീവിതം ഇവിടെ അവസാനിച്ചു. യോസഫിൻ്റെ സഹോദരന്മാർ വിചാരിച്ചത് ഇവൻ്റെ ജീവിതം തീർന്നു, ഇസ്മായിലിയ കച്ചവടക്കാർ ഇവനെ കൊണ്ടുപോയി ആർക്കെങ്കിലും ഒക്കെ വിൽക്കും, അവിടം കൊണ്ട് ഇവിടെ ജീവിതം അവസാനിക്കും. പക്ഷേ ദൈവത്തിൻ്റെ പ്രവൃത്തി മോശത്വമല്ല. ദൈവത്തിന് അതിൻ്റെ പിന്നിലെല്ലാം വലിയ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. മനുഷ്യരായ നമുക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ അനുഭവങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആർക്കും അത് കാണാൻ പറ്റുകയില്ല, ആരും അത് മനസ്സിലാക്കില്ല. പ്രൈസ് ദി ലോർഡ്. പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ചെന്നു. അവിടെ ഉണ്ടായ പ്രതിസന്ധികൾ നമുക്കറിയാം. എല്ലാം നന്നായി പോവുകയായിരുന്നു, പക്ഷേ അവിടെയും വലിയ പ്രതികൂലങ്ങൾ വന്നു അല്ലേ. പൊത്തിഫറിൻ്റെ ഭവനത്തിൽ അവൻ്റെ ഭാര്യയുടെ രൂപത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുകയാണ്. യോസഫ് ചിന്തിച്ചു, ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം അവസാനിക്കും അല്ലേ? ഇല്ല, അവിടം കൊണ്ട് അവസാനിക്കുകയില്ല. ദൈവം അപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. കാരാഗ്രഹത്തിനകത്ത് പോയി. ഇനി ഒരിക്കലും അവിടുന്ന് രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ചേക്കാം. പക്ഷേ ആ കാരാഗ്രഹത്തിനകത്തും ദൈവം യോസഫിനെ കൈവിട്ടില്ല അല്ലേ. ഒടുവിൽ ഫറവോൻ്റെ സ്വപ്നത്തിൻ്റെ രൂപത്തിൽ ഫറവോൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന് കാര്യങ്ങൾക്ക് പ്രതിവിധി വരുത്തിയ യോസഫിനെ മിസ്രൈമിലെ മന്ത്രിസ്ഥാനത്തേക്ക് ദൈവം കൊണ്ടുവന്നപ്പോൾ ഈ കഥയുടെ അവസാനം നമുക്ക് മനസ്സിലായി, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് സർവശക്തനായ ദൈവമാണ്. യോസഫിന് പിന്നീട് അത് മനസ്സിലായിട്ട് തൻ്റെ സഹോദരന്മാർ തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സഹോദരന്മാർ യോസഫ് തന്നെ കൊല്ലും, തങ്ങളോട് പക വീട്ടുമെന്നൊക്കെ ചിന്തിച്ച് അവർ ഭയപ്പെട്ടപ്പോൾ യോസഫ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ എനിക്ക് ദോഷം ചെയ്തു, പക്ഷേ എൻ്റെ ദൈവമോ അതെല്ലാം എനിക്ക് ഗുണമാക്കി തീർത്തു. സ്തോത്രം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി പോഷത്വമാണെന്നൊരു പക്ഷേ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ദൈവം ശരിയായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം അറിയണം, യേശു പത്രോസിനോട് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകില്ല, എന്നാൽ പിന്നീടും മനസ്സിലാകും. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലത്തിൻ്റെ ആഴത്തിലൂടെ നിങ്ങൾ കടന്നുപോയാൽ ഇന്ന് പകൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് ദൈവം എന്തോ ദോഷമായത് ചെയ്തു, ദൈവം എന്തോ തെറ്റായത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു എന്ന് ചിന്തിച്ച് ഭാരപ്പെടണ്ട. പകരം ഇങ്ങനെ പറ, ഇന്ന് എനിക്കതിൻ്റെ അർത്ഥം അറിയത്തില്ല, ഇന്ന് ഈ സംഭവിച്ചതിൻ്റെ അർത്ഥം എനിക്കറിയില്ല, പക്ഷേ അർത്ഥമറിയാവുന്ന ഒരുവൻ ഉയരത്തിലുണ്ട്. അവൻ ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല, അവൻ ചെയ്യുന്നതല്ല നന്മയ്ക്കായിരിക്കും. നന്മയ്ക്കായി സകലവും കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. 400 വർഷത്തെ മിസ്രൈമിലെ അടിമത്വം. ആളുകൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ഈ 400 വർഷവും ദൈവം ഉറങ്ങുകയായിരുന്നോ, മയങ്ങുകയായിരുന്നോ, ദൈവമൊന്നും പ്രവർത്തിക്കുകയില്ലായിരുന്നോ? ഇല്ല, ദൈവം ഇതെല്ലാം കണ്ടുകൊണ്ട് അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മിസ്രൈമിൽ നിന്നൊരു പുറപ്പാട് അവർക്കുണ്ടെന്നും അവരെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഒരു മോശയെ അയക്കുമെന്നും ആ മോശയിലൂടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും മിസ്രൈമിലെ ശക്തിയെ ന്യായം വിധിച്ച് ഫറവോനെയും സൈന്യത്തെയും ന്യായം വിധിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ തൻ്റെ ജനത്തെ നടത്തുവാൻ, ആമേൻ, അതിനപ്പുറം കനാനിൽ അവരെ എത്തിക്കുവാൻ ദൈവത്തിൻ്റെ മനസ്സിൽ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി പ്രകാരമാണ് മോശയെ അവിടെ അയച്ചത്. ആ പദ്ധതി പ്രകാരമാണ് ദൈവം അവരെ നടത്തിയത്. ആ പദ്ധതി പ്രകാരമാണ് കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തു വെച്ചത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ദൈവം പ്രവർത്തിക്കുന്ന ദൈവമാണ്.
ദൈവത്തിൻ്റെ പ്രവൃത്തി പലപ്പോഴും എനിക്കും നിങ്ങൾക്കും മനസ്സിലാകില്ല. ഞാനും നിങ്ങളും പരിമിതമായ ബുദ്ധിയുള്ളവരാണ്, പരിമിതമായ ചിന്തയുള്ളവരാണ്. എനിക്ക് നിങ്ങൾക്കും അറിയില്ല ദൈവം എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്, ദൈവം എന്താണ് ചെയ്യാൻ. ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക, ദൈവം ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവനറിയാതെ ഒന്നും ഇവിടെ സംഭവിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അവനറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് പത്രോസിനോട് പറയുക, പത്രോസേ, ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, പിന്നെ അറിയും. പത്രോസ് എന്താ ചിന്തിച്ചത്? ഇതൊരു തെറ്റായ പ്രവൃത്തിയാണ്. ഒരു യജമാനൻ ചെയ്യേണ്ട കാര്യമല്ല ഇത്, ഒരു ഗുരു ചെയ്യേണ്ട കാര്യമല്ല. ഗുരുവായ അങ്ങ് ദാസന്റെ പണിയാണ് ചെയ്യുന്നത്, ഇത് തെറ്റാണ്. പത്രോസേ, നിനക്കറിയാൻ വയ്യ, മുഴുമാനവരാശിക്കും വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിക്കുവാൻ ഒരു ദാസനായി വന്നവനാണ് ഞാൻ. ക്രൂശിൽ ഞാൻ പരമയാഗമായി മാറാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഈ പ്രവൃത്തി നീ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. യജമാനനും ഗുരുവുമായിട്ടാണ് നീ എന്നെ കണ്ടിരിക്കുന്നത്. അല്പം മണിക്കൂറുകൾക്കകം നീ എന്നെ തകർക്കപ്പെട്ട ഒരു ദാസനായി കാണാൻ പോകുകയാണ്. മറ്റുള്ളവർ ആക്രമിക്കുന്ന, ക്രൂശിക്കുന്ന, മുഖത്ത് തുപ്പുന്ന, അല്ലേ, കഷ്ടപ്പെടുന്ന ദാസനായിട്ട് നീ എന്നെ കാണാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ കാഴ്ചപ്പാടുകൾ പലപ്പോഴും തിരുത്തുന്നവനാണ് ദൈവം. നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല പല കാര്യങ്ങൾ, നമ്മൾ കരുതുന്ന പോലെയല്ല പല കാര്യങ്ങൾ. അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ പദ്ധതികളും അവിടുത്തെ ഹൃദയവും മനസ്സിലാകുവാൻ ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ഞാൻ നിന്നെ പഠിപ്പിക്കുന്നു, അല്ലേ, ഞാൻ ദാസ്യത്വത്തിൻ്റെ ഒരടയാളം നിനക്ക് കാണിച്ചു തരികയാണ്. എങ്ങനെ സ്നേഹിക്കണമെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരികയാണ്. നാളെ എൻ്റെ ശിഷ്യനായി നീ പുറത്തു പോകുമ്പോൾ ലോകത്തുള്ള നിൻ്റെ ശുശ്രൂഷ എങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുക. മറ്റുള്ളവരുടെ മുമ്പിൽ നീ എങ്ങനെ ആയിരിക്കണം, യജമാനനായിട്ടല്ല ദാസനായി നീ തീരണം എന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 14-15 വാക്യങ്ങൾ വായിക്കാം. കണ്ടോ മോനെ, ഇത് പഠിക്കേണ്ട ഒരു കാര്യമാ. കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങൾ തമ്മിൽ തമ്മിൽ കഴുകേണ്ടതാകുന്നു. വലിയൊരു ആത്മീയ പാഠം പഠിപ്പിക്കുക. പക്ഷെ ഇപ്പോൾ അവന് മനസ്സിലാകുന്നില്ല, ഇപ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു ജീവിതമാണ് ഞാൻ നിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നത് എന്ന് പത്രോസിനെ പഠിപ്പിക്കുക. നിനക്കിപ്പോൾ ഇതും മനസ്സിലാവില്ല. പലപ്പോഴും കർത്താവ് ചെയ്യുന്നത് നമുക്കും മനസ്സിലാകുന്നില്ല. എന്നാൽ നിങ്ങളറിയണം, യേശു ചെയ്യുന്നത് നമുക്കപ്പോൾ മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലാകുന്നൊരു ദിവസമുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം നന്മയ്ക്കായിരുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് വന്നത്. സ്തോത്രം. കാൽ കഴുകിയത് അവനെ ഈ ആത്മീയ പാഠം പഠിപ്പിച്ചതൊക്കെ അവന് പിന്നീട് മനസ്സിലാകും എന്താ അതിൻ്റെ അർത്ഥമെന്നുള്ളത്. ഇതുപോലെ കർത്താവ് ചെയ്യുന്ന ഏതു പ്രവൃത്തിയും അതിൻ്റെ കാര്യം യഥാർത്ഥത്തിൽ നമുക്ക് അപ്പോൾ മനസ്സിലാവില്ല, പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ നേരത്തെ 1-2 ഉദാഹരണങ്ങൾ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കർത്താവിൻ്റെ പ്രവൃത്തിയെ നമ്മൾ ചോദ്യം ചെയ്യരുത്, നമ്മളത് മനസ്സിലാക്കണം. ഒറ്റ കാര്യം അറിയാവൂ, ഇതൊന്നും ദോഷമല്ല, ഇതെല്ലാം പിന്നെ എന്താണ്, ഇത് ഗുണമാണ്, ഇതെനിക്ക് ഗുണമാണ്, ഇതെനിക്ക് അനുഗ്രഹമാണ്. സ്തോത്രം. ചിലപ്പോൾ കർത്താവ് ശാസിക്കുകയായിരിക്കും, അല്ലേ? അതുടനെ നമുക്ക് അതൊരു തെറ്റായ പ്രവണതയായി പോയി എന്നല്ല പറയേണ്ടത്, അതെനിക്കൊരു അനുഗ്രഹമായി. ചിലപ്പോൾ ചില വഴികൾ കർത്താവ് അടയ്ക്കുകയായിരിക്കും. കർത്താവെ, നീ എന്തിനാ വഴി അടച്ചത്? നല്ല വഴിയല്ലായിരുന്നോ? ഞാൻ ആ വഴിയിൽ കൂടെ പോകില്ലായിരുന്നോ? ഇല്ല, ആ വഴി ഇപ്പോൾ നീ പോകണ്ട. പ്രൈസ് ദി ലോർഡ്. ആ പാതയിലൂടെ നീ ഇപ്പോൾ സഞ്ചരിക്കണ്ട. ദൈവം ചില വഴികൾ അടയ്ക്കും. പ്രൈസ് ദി ലോർഡ്.
പക്ഷേ അതിന് പിന്നിലൊക്കെ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ചില നന്മകൾ ചിലപ്പം പോയെന്ന് വന്നേക്കാം. ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഇത് മനസ്സിലാക്കാനുള്ള കൃപ ഞാനും നിങ്ങളും പ്രാപിക്കണം. ശിഷ്യന്മാരെ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരെ പോകാൻ പറഞ്ഞു വിട്ടില്ലയോ? ആരാ പറഞ്ഞു വിട്ടെ? യേശുവാ പറഞ്ഞു വിട്ട്. യേശു പറഞ്ഞു വിടുന്ന ഒരു വഴിയിൽ നിശ്ചയമായും കൊടുങ്കാറ്റുണ്ടാകേണ്ട കാര്യമില്ല. പടകിലേക്ക് കാറ്റ് ഇരച്ച് കയറി വെള്ളം കയറി മുങ്ങേണ്ട കാര്യമില്ല. ഉണ്ടോ? പ്രതികൂലം വരേണ്ട കാര്യമില്ല. കർത്താവ് പറഞ്ഞു വിട്ടതാ. സുരക്ഷിതമില്ലാത്ത ഇങ്ങനെ പ്രതിസന്ധി വരുന്ന ഒരു സ്ഥലത്തേക്ക് എന്തിനാ യേശു ഇവരെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടത്? നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഇവർ സ്വയം പോയതല്ല. ആണോ? സ്വയം പോയതല്ല, നിർബന്ധിച്ചു പറഞ്ഞു വിട്ടതാ. നമ്മൾ ചോദിക്കാറില്ലേ, കർത്താവ് എന്തിനാ എന്നെ നിർബന്ധിച്ച് വിട്ടത്? പത്രോസിനൊക്കെ വേണേൽ ചോദിക്കാം അല്ലേ? കർത്താവ് എന്ത് പണിയാ കാണിച്ചത്? ഈ പ്രതികൂലത്തിലേക്ക്, ഈ പ്രതിസന്ധിയിലേക്ക് ഞങ്ങളെ നിർബന്ധിച്ചിറക്കി വിട്ടതല്ലേ? ഞങ്ങൾ ആഗ്രഹിച്ചതാണോ? ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു വഴിയിൽ പോകാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല. ഞങ്ങൾ പറഞ്ഞതാ, വേണ്ട എന്ന് പറഞ്ഞതാ, ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് പറഞ്ഞതാ. എന്നിട്ടും യേശു ഞങ്ങളെ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടു അല്ലേ? എന്തിനാ യേശു അങ്ങനെ ചെയ്തേ? എന്തിനാ ഇങ്ങനെ നിർബന്ധിച്ച് ഇവരെ ഈ കൊടുങ്കാറ്റിലേക്ക്, ഈ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടത്? എന്തിനാ തള്ളിവിട്ടത്? നിങ്ങൾ പറഞ്ഞേ, അറിയാമെങ്കിൽ പറഞ്ഞേ, നിങ്ങളൊന്ന് പറഞ്ഞേ, ചിന്തിക്കുന്ന നോക്കട്ടെ. എന്തിനാ പറഞ്ഞു വിട്ടെ? കൊടുങ്കാറ്റ് വരുമെന്ന് യേശുവിന് അറിയില്ലായിരുന്നോ? അറിയോ വെച്ചാ? അറിയാം. പടക് മുങ്ങുമെന്നറിയാം. അല്ല, കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ പടക് മുങ്ങും, ഇവർക്ക് ആപത്ത് വരും, എല്ലാം അറിയില്ലേ? എന്തിനാ പറഞ്ഞു വിട്ടെ? എന്നാച്ചാ ഇവരെ പറഞ്ഞു വിട്ടത് യേശുവിന് ഇതെല്ലാം അറിയാം. നിങ്ങൾ ആ വേദഭാഗം വായിക്കണം, വീട്ടിൽ പോയി വായിക്കണം. രണ്ട് പ്രധാന കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം, പത്രോസ് വെള്ളത്തിനു മീതെ നടന്നു. യേശു രാത്രിയുടെ 4-ാം യാമത്തിൽ വെള്ളത്തിനു മീതെ നടന്നു വന്നു. ശിഷ്യന്മാർ യേശുവിനെ കണ്ടിട്ട് ഭൂതം എന്ന് പറഞ്ഞ് നിലവിളിച്ചു. യേശു പറഞ്ഞു, ഞാൻ ഭൂതമല്ല, ഞാൻ കർത്താവാണ്. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ കർത്താവാണെങ്കിൽ ഞാൻ നിന്റെ അടുക്കൽ വരാൻ കൽപ്പിക്കണം. കർത്താവ് പറഞ്ഞു, പത്രോസേ വന്നു. നീ നടന്നു വന്നു. പത്രോസ് വെള്ളത്തിന് മീതെ നടന്നു. സ്തോത്രം. അസാധാരണമായ ഒരു പ്രവൃത്തി പത്രോസ് ചെയ്യുകയാണ്. പിടികിട്ടുന്നുണ്ടോ? അവൻ എന്തിനാ കർത്താവ് വന്ന് തള്ളി ഇറക്കി വിട്ടത്? പത്രോസേ, നിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നീ ഇതുവരെ പോയിട്ടില്ലാത്ത, നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, നീ ഇതുവരെ പ്രാപിച്ചിട്ടില്ലാത്ത ഒരാത്മീയ അനുഭവത്തിലേക്ക് നിന്നെ ഒന്ന് നടത്താൻ. അനേകരെ മുക്കിക്കളയുന്ന പെരുവെള്ളത്തെ ചവിട്ടി നടക്കാൻ, വിശ്വാസത്താൽ കാൽ ചുവടുകളെ വെക്കാൻ, നിങ്ങളെ ഭയപ്പെടുത്തി അതേ വെള്ളത്തിന് മീതെ നടക്കാൻ ഞാൻ നിന്നെ ഒന്ന് ഉപയോഗിക്കാൻ പോവാ. എന്തിനാ ജീവിതത്തിൽ പ്രതിസന്ധിയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക്, പ്രതികൂലങ്ങളിലേക്കൊക്കെ അല്ലേ ഉണ്ടെന്നറിഞ്ഞിട്ടും ദൈവം അനുവദിച്ചത്, കടത്തിവിടുന്നത്, പോകാൻ പറയുന്നത്? ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില ആത്മീക അനുഭവങ്ങൾ, ആത്മീക കരുത്ത് വിശ്വാസത്തിൽ പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാ ദൈവം അത് നമ്മളിലൂടെ ചെയ്യുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കും, പത്രോസ് മുങ്ങിയല്ലോ. അത് സത്യമാണ്, മുങ്ങി. പക്ഷെ അവൻ നടന്നിട്ടാണ് മുങ്ങിയത്. കുറച്ച് നടന്നില്ലേ? എന്താ പറയുന്നത്? അവൻ അല്പദൂരം നടന്നു. നടന്നിട്ടാണ് പത്രോസ് ഭയപ്പെട്ട് അല്ലെ അവിശ്വസിച്ച് മുങ്ങാൻ തുടങ്ങി. പക്ഷെ അവൻ കുറച്ച് നേരം നടന്നു. യേശുവിൻ്റെ മുഖത്തു നിന്നുള്ള നോട്ടം മാറ്റിയിട്ട് കടൽ അല്ലെ ഈ വെള്ളത്തിലേക്ക്, തിരമാലയിലേക്ക് നോക്കി കാറ്റിനെ കണ്ട് പേടിച്ച് അവൻ മുങ്ങി. കർത്താവിനെ മാത്രം അവൻ നോക്കി ധൈര്യത്തോടെ പോയിരുന്നെങ്കിൽ അവൻ മുങ്ങാതെ യേശുവിൻ്റെ അടുക്കൽ ചെന്നേനെ. സ്തോത്രം. പക്ഷെ അവനൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. മുങ്ങിയെങ്കിലും അല്ലേ, ഞാനെപ്പോഴും പറയാറുണ്ട്, മൂക്കിൽ വെള്ളം കയറാൻ അനുവദിക്കാതെ യേശു അവനെ പൊക്കിയെടുത്തു അല്ലേ.
പിടിച്ചുയർത്തി. തിരികെ രണ്ടുപേരും കൂടെ അതേ വെള്ളത്തിലൂടെ നടന്നാണ് പടകിലേക്ക് വന്നത്. വായിക്കുന്നത് ഇങ്ങനെയാ: പടകിൽ കയറിക്കഴിഞ്ഞപ്പോൾ പടകിലുള്ളവർ ഇവൻ ദൈവപുത്രൻ തന്നെ സത്യം എന്ന് പറഞ്ഞ് വീണ് അവനെ നമസ്കരിച്ചു. എന്തിനാ ഈ പെരുവെള്ളം വരും, കാറ്റടിക്കും, പ്രതിസന്ധി വരും തള്ളിവിട്ടത്? നിർബന്ധിച്ചു പറഞ്ഞു വിട്ടത് എന്തിനാ? അവിടുന്ന് ദൈവപുത്രനാണ്, കാറ്റിനെയും കടലിനെയും സൃഷ്ടിച്ചവനാണ്, സകലത്തിന് മേലും അധികാരിയാണവൻ. അവൻ്റെ വാക്കിന് കാറ്റും കടലും അനുസരിക്കും. അവൻ സകലത്തിൻ്റെയും ഉടയവനാണെന്ന് തിരിച്ചറിഞ്ഞവൻ സാക്ഷാൽ ദൈവപുത്രൻ തന്നെ സത്യമെന്ന് പറഞ്ഞ് അവൻ്റെ പാദത്തിൽ അവൾ വീണു. അവരുടെ വിശ്വാസം വർദ്ധിക്കണം. യേശു ആരാണെന്ന് തിരിച്ചറിയണം. അവൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴണം. സ്തോത്രം. എന്തിനാ? അതിനുവേണ്ടിയാ ചിലതൊക്കെ അനുവദിക്കുന്നത്. വിശ്വാസം ഒന്ന് വർദ്ധിക്കണം, കർത്താവുമായിട്ടുള്ള ബന്ധം വളരണം. അതിനുവേണ്ടി ദൈവം ചിലപ്പോൾ ചില പ്രവൃത്തികളൊക്കെ ചെയ്യും. തെറ്റാണെന്നൊക്കെ നമുക്ക് തോന്നും. തെറ്റല്ല, ശരിയാ. കാനാവിലെ കല്യാണ വീട്ടിൽ കാൽ കഴുകുന്ന കൽപ്പാത്രം, വെള്ളം വെക്കുന്ന കൽപ്പാത്രത്തിനകത്ത് വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. വാസ്തവത്തിൽ അതൊരു പ്രയോജനമില്ലാത്ത പ്രവൃത്തിയാണ്. കാരണം എല്ലാവരും വിരുന്നിന് വന്നു. ഇനി ആ ഉപയോഗം കഴിഞ്ഞിട്ടാണ് അത് അവിടെ മാറ്റി ഇട്ടിരിക്കുന്നത്. ഇനി കാല് കഴുകാൻ അതിനകത്ത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല. അവിടുത്തെ ആവശ്യത്തിന് അപ്പോൾ വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമില്ല. ഉണ്ടോ? അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ടത് മാറ്റി വെച്ചതാ. വരുമ്പോഴാണ് ആളുകൾ വിരുന്നിന് വരുമ്പോഴാണ് കാല് കഴുകേണ്ട ചടങ്ങുള്ളത്. അത് കഴിഞ്ഞു, അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുക. പക്ഷേ ജോലിക്കാരോട് പറയാം, അതിനകത്ത് വെള്ളം നിറയ്ക്കുക, കോരി നിറയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ പ്രവൃത്തികൾ, അവിടുത്തെ കൽപ്പനകൾ, അവിടുത്തെ ആജ്ഞകൾ ഒരുപക്ഷെ ആളുകൾക്ക് മണ്ടത്തരമാണെന്നും അതൊരു തെറ്റായ കാര്യം, അതിനാവശ്യമില്ലാത്ത കാര്യമാണ്, പ്രയോജനവുമില്ലാത്ത കാര്യമാണെന്നൊക്കെ തോന്നാം. പക്ഷേ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവർക്കാണ്, ചോദ്യം ചെയ്യാതെ അതുപോലെ തന്നെ അനുസരിക്കുന്നവരാണ് ദൈവത്തിൻ്റെ മഹത്വം കാണുന്നത്. അവർ വക്കോളവും നിറച്ചു. അവർ വക്കോളം നിറച്ചപ്പോൾ അവിടെ അത്ഭുതം നടന്നു. കോരിക്കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊടുക്കുക. വിരുന്നുവാഴി രുചിച്ചു നോക്കിയാറേ ഏറ്റവും മേത്തരമായ വീഞ്ഞായി അത് മാറിയിരുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രവൃത്തി ഭോഷത്വമല്ല. നമുക്ക് അപ്പോൾ മനസ്സിലാകത്തില്ല, പിന്നീട് മനസ്സിലാകും. സ്തോത്രം. പിന്നീട് മനസ്സിലാകും. ഇന്നുള്ള കഷ്ടങ്ങൾ, ഇന്നുള്ള പ്രയാസങ്ങൾ, ഇന്നുള്ള ബുദ്ധിമുട്ടുകൾ, ഇന്നുള്ള ദുരിതങ്ങൾ, ഇന്ന് ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ അർത്ഥം നമുക്കറിയില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയില്ല, പിന്നീട് നിങ്ങൾ അറിയും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്നവരെ, ദൈവം പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. അതിനകത്തൊരു പക്ഷേ മണ്ടത്തരമായി, ഭോഷത്തരമായിട്ടൊക്കെ ആളുകൾക്ക് തോന്നും. പക്ഷേ തിരുവെഴുത്ത് പറയുന്നു, ദൈവത്തിൻ്റെ ഭോഷത്വം മനുഷ്യനേക്കാൾ ജ്ഞാനമേറിയതാണ്. സ്തോത്രം. അതുകൊണ്ട് നാം ഒരിക്കലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യരുത്. മനസ്സിലാകാത്തത് കൊണ്ട് അതൊരു തെറ്റായിപ്പോയി, അങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടത്, അല്ലേ, ഇങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്, ഞങ്ങളായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്തേനെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ല. നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല, നമുക്കതിനെക്കുറിച്ച് മനസ്സിലാകത്തില്ല. പത്രോസിനോട് പറഞ്ഞതുപോലെ, നീ ഇപ്പോൾ അങ്ങ് സമ്മതിക്കുക, ഇപ്പോൾ നിനക്കറിയത്തില്ല, നീ പിന്നീട് അറിയും. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ഈ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തെറ്റിദ്ധരിച്ചാൽ എന്ത് സംഭവിക്കും? ഒന്നാമത്തെ കാര്യം, നമ്മളാകെ ഡിസപ്പോയിൻറ്റഡ് ആവും, നിരാശയുണ്ടാവും. ഇപ്പം ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്, നമ്മളത് അതാണോ ദൈവപ്രവൃത്തി? അതൊന്നും ഒരു ദൈവപ്രവൃത്തി അല്ല, അങ്ങനൊന്നും അല്ല സംഭവിക്കേണ്ടത്, അങ്ങനെ അല്ലായിരുന്നു എന്ന് ചിന്തിച്ചാൽ നമ്മൾ ആ ദൈവപ്രവൃത്തി എന്ത് ചെയ്തു? തെറ്റിദ്ധരിച്ചു. നമ്മുടെ ആഗ്രഹം പോലെ അല്ല അവിടെ നടന്നത്, നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ല സംഭവിച്ചത്. അപ്പോൾ നമുക്ക് നിരാശയായി. നമ്മൾ പല കാര്യങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ ആയിരിക്കുകയല്ല ചിലപ്പോൾ നടക്കുന്നത്. ഒരു കല്യാണത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കത്തില്ല ചിലപ്പോൾ നടക്കുന്നത്.
അല്ലേ? പാസ്റ്റർമാരുണ്ട്, അവരാഗ്രഹിച്ച ഒരു സഭയായിരിക്കുകയല്ല കിട്ടിയത്, അല്ലേ? ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച ഒരു ജോലി ആയിരിക്കില്ല ചിലപ്പോൾ കിട്ടിയത്. ആകെ നിരാശയായി. അയ്യോ, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും നാൾ ഉപവസിച്ചിട്ട്, ഇത്രയും നാൾ ജാഗരിച്ചിട്ട് ഇങ്ങനെയാണോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ലേ? ഒരു രോഗം വരുമ്പോൾ, ബിസിനസ് നഷ്ടമാകുമ്പോൾ, ഒരു കഷ്ടം വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, വാതിലുകൾ അപ്രതീക്ഷിതമായി അടയുമ്പോൾ നമ്മളൊക്കെ നിരാശരാകും. നമ്മൾ ദൈവത്തെ കുറ്റം പറയാൻ തുടങ്ങും. ദൈവം എന്നെ ശിക്ഷിച്ചു, ദൈവം എന്നോട് തെറ്റായി ഇടപെട്ടു. പക്ഷെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം പത്രോസിനോട് പറഞ്ഞതാ. പത്രോസേ, നീ ഇപ്പോൾ സമ്മതിക്കുക, ഇപ്പോൾ അനുസരിക്കുക, ഇപ്പോൾ സഹിച്ചു പോവുക, ജീവിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, പരാതിയും പരിഭവവും ഒന്നും പറയണ്ട, നീ യഹോവയോട് ചേർന്ന് നിൽക്കുക, ദൈവം കാര്യങ്ങളെ അനുകൂലമാക്കും. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം, അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഏറ്റവും ഭംഗിയായി ചെയ്യുന്നുവെന്ന് അവിടെ പറയുന്നത്. വായിക്കാം. സഭാപ്രസംഗി 3:11. കണ്ടോ? അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. അതാണ്. അപ്പോൾ എല്ലാം എങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്? അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നു. ഏറ്റവും ഭംഗിയായി ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മളത് അംഗീകരിക്കുക. എന്തുകൊണ്ടാണ് നമുക്കത് മനസ്സിലാകാത്തത്? നമ്മൾ ഈ പുറം കാഴ്ചയിലാണ് കാര്യങ്ങളെ കാണുന്നത്. പകരം എങ്ങനെ കാണണം? തിരുവെഴുത്ത് പറയുന്നത് പോലെ കാഴ്ചയാലല്ല, വിശ്വാസത്താൽ കാണണം. പ്രൈസ് ദി ലോർഡ്. വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കാണാൻ ശ്രമിച്ചാൽ പത്രോസിന് മനസ്സിലായേനെ യേശു ചെയ്ത പ്രവൃത്തിയുടെ അർത്ഥം എന്താണ്. യേശു ചെയ്ത, ഈ ഭൂമിയിലിരുന്നപ്പോൾ ചെയ്ത പല പ്രവൃത്തികളും ബാഹ്യമായി നോക്കിയാൽ ആളുകൾക്ക് ഭോഷത്വവും കളിയാക്കലും വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? അതിലൊരു പ്രവൃത്തി ഞാൻ പറയാം. യേശു സഞ്ചരിക്കാൻ ഒരു കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്ത്. മനുഷ്യൻ നോക്കിയാൽ അതെന്ത് മണ്ടത്തരം അല്ലേ? ഒരു കുതിരയാണ് ഏറ്റവും കുറഞ്ഞ പക്ഷം സഞ്ചരിക്കാൻ ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഇവൻ ഒരു അല്ലേ, കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. എന്താ അത് കാണിക്കുന്നത്? ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഈ വാഹനമെന്ന് പറയുന്നത്, സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന വാഹനമെന്ന് പറയുന്നത് വ്യക്തിയുടെ മഹത്വത്തെ ഉയർത്തുന്നതാ പലപ്പോഴും. എന്ന് പറഞ്ഞാൽ അവർ സഞ്ചരിക്കുന്ന വാഹനം അനുസരിച്ചാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഓരോരുത്തരുടെ അവരുടെ സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്നത് അവരുടെ വാഹനം, അവരുടെ വീട്, അവരുടെ വസ്ത്രം, അല്ലേ? ഇതിൻ്റെ എല്ലാം മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളുടെ സ്റ്റാറ്റസ് നിർണ്ണയിക്കപ്പെടുന്നുണ്ടല്ലേ? വലിയ വാഹനത്തിൽ വരുമ്പോൾ, വില കൂടിയ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ആളുകൾ പറയാം പ്രത്യേക ബഹുമാനം. നമ്മുടെ ഈ റോഡിലെ ട്രാഫിക്കിനൊക്കെ പോലീസൊക്കെ നിൽക്കുന്നുണ്ട്, അല്ലേ? ചില വണ്ടികൾ വന്നാൽ അവർ മൈൻഡ് ചെയ്യില്ല, പോട്ടെന്ന് നോക്കും. കാര്യം എന്താ? അത് അല്ലേ, പാവം പിടിച്ചവൻ വല്ല ഓട്ടോറിക്ഷയിലോ പാവം പിടിച്ചവനൊക്കെയാണ് പോകുന്ന, വല്ല ഓൾട്ടോ 800 ഇതൊക്കെ കണ്ടാൽ തടഞ്ഞു നിർത്തും. കോടികളുടെ കാറിൽ പോകുന്നവനെ കാണുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? എല്ലാവരും ചെയ്യുമെന്നല്ല, എന്നാലും ഈ പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, അതിൻ്റെ വലിപ്പം അനുസരിച്ച്, അതിൻ്റെ പ്രൗഢി അനുസരിച്ച് ഈ ആളിന് മഹത്വം ഉണ്ടാവും. ആളുകൾ ചിന്തിക്കുക, അതിനകത്തൊക്കെ അവൻ കയറി പോകണമെങ്കിൽ വലിയ പുള്ളിയായിരിക്കണം, അല്ലേ? വലിയ പുള്ളിയാണെങ്കിലേ അത്തരം കോടികളുള്ള ഇതിനകത്ത് പോകാൻ പറ്റുകയുള്ളൂ. ചില വീടുകളെ കാണുമ്പോൾ കോടികൾ മുടക്കി വീടൊക്കെ വെച്ചേക്കുമ്പോൾ നമ്മൾ തന്നെ പറയില്ലേ, അതിനകത്ത് താമസിക്കുന്നവനാരാ? വലിയ പാർട്ടിയാ, അല്ലെങ്കിൽ ഇത്രയും വലിയ വീട് വെക്കാൻ പറ്റുമോ? അപ്പോൾ അവരുടെ ഭൗതികമായ സൗകര്യങ്ങളും കാര്യങ്ങളും അനുസരിച്ചാണ് അവരുടെ വില ആളുകളുടെ മുമ്പിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ലോകത്തെല്ലാം അങ്ങനെയാ. പക്ഷെ നിങ്ങളറിയണം, ദൈവപുത്രൻ്റെ മഹത്വം എന്ന് പറയുന്നത് അവിടുന്ന് സഞ്ചരിക്കുന്നതിൻ്റെ മഹത്വമല്ല. ഇതൊന്നും
കൊണ്ട് മഹത്വം ഉണ്ടാക്കേണ്ട ആളല്ല അവിടുന്ന്. എത്ര പേർക്ക് മനസ്സിലായി? ഞാൻ പറഞ്ഞ ആശയം പിടികിട്ടിയോ? അവിടുത്തെ മഹത്വം നിർണയിക്കുന്നത് അവിടുന്ന് സഞ്ചരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവിടുത്തെ മഹത്വം നിർണയിക്കുന്നത് അവിടുത്തെ വസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവിടുത്തെ മഹത്വം നിർണയിക്കുന്നത് അവിടുത്തെ വീടിൻ്റെ അടിസ്ഥാനത്തിലല്ല. അവിടുത്തെ മഹത്വം നിർണയിക്കുന്നത് ഭൗതികമായ ഒരു കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല. പകരം അവിടുന്ന് എവിടെ ചെന്നാലും അവിടുന്ന് എവിടെ പോകുന്നോ ആ വീടിന് ആ കാര്യങ്ങൾക്ക് മഹത്വം ഉണ്ടാകുക. ഞാൻ പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് യേശുവിന് മഹത്വം വരുത്താൻ ഭൂമിയിലുള്ള ഒരു വസ്തുവും വേണ്ട, ഒരു വീടും വേണ്ട, ഒരു വാഹനവും വേണ്ട. കാരണം അവിടുന്ന് സർവശക്തനായ ദൈവമാണ്. അല്ലേ? അവിടത്തേക്ക് ഇതൊന്നും മഹത്വം വരുത്തണ്ട. ഈ സകല പ്രപഞ്ചവും അവിടുത്തെ സൃഷ്ടിയാണ്. പകരം അവിടുന്ന് എവിടേക്ക് പോകുമോ അതെല്ലാം മഹത്വമായി മാറും, അനുഗ്രഹമായി മാറും. ഞാനൊരു കാര്യം മാത്രം പറയാം. ഈ ക്രൂശ് എന്ന് പറയുന്നത്, ക്രൂശ് റോമാക്കാരുടെ മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. വളരെ അറക്കപ്പെട്ട ശപിക്കപ്പെട്ട ഒരു ശാപത്തിൻ്റെ സിമ്പലായിരുന്നു. ഏത്? അല്ലേ? ശപിക്കപ്പെട്ടതായിരുന്നു. പക്ഷേ അന്നുവരെ ശപിക്കപ്പെട്ട ക്രൂശ്, ശാപയോഗ്യമായി കണക്കാക്കിയ ക്രൂശിൽ മഹത്വമായനായവൻ, സർവശക്തനായവൻ, തേജസ്സുള്ള കർത്താവ് ക്രൂശിക്കപ്പെട്ടപ്പോൾ ആ ക്രൂശിൽ നിന്ന് മഹത്വം ഉണ്ടായി. നമ്മുടെ പള്ളിയുടെ മുമ്പിൽ ആരും ക്രൂശ് കെട്ടിവെക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ക്രൂശ് എന്ന് പറയുന്നത് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അടയാളമായി മാറി. അല്ലേ? ഇന്ന് വളരെ ആളുകൾ അഭിമാനത്തോടെ ഈ കഴുത്തിൽ എന്ത് ചെയ്യുന്നു? കെട്ടിക്കൊണ്ട് നടക്കുന്നു. എന്താ അർത്ഥം? അതിനകത്ത് മഹത്വവാനായവൻ ക്രൂശിക്കപ്പെട്ടത് കൊണ്ടാണ്. ആ ക്രൂശല്ല യേശുവിന് മഹത്വം ഉണ്ടാക്കി കൊടുത്തത്. പകരം ക്രൂശിൽ യേശു കയറിയതോടുകൂടി ആ ക്രൂശിനെന്ന് മഹത്വം ഉണ്ടായി. ഇതാ, അവിടത്തേക്ക് ഈ ലോകത്തിലുള്ള ഒന്നുകൊണ്ടും മഹത്വം ഉണ്ടാകണ്ട. പകരം അവിടുന്ന് എവിടെ ചെന്നാലും അവിടെ മഹത്വം ഉണ്ടാകും. വചനം കേൾക്ക്, നിങ്ങളോട് പറയട്ടെ, മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്നതാണ് നിങ്ങളുടെ മഹത്വം. അല്ലേ? ആ കർത്താവ് വന്നതാണ് നമ്മുടെ മഹത്വം, നമ്മുടെ അനുഗ്രഹം. നമുക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ നിൽക്കാൻ കഴിയുന്നത് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്നതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് യേശു തെരഞ്ഞെടുത്തതും യേശു ചെയ്തതുമൊക്കെ ആളുകൾ ന്യൂനത കണ്ടെത്തിയേക്കാം. ശരിയല്ലേ? യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറിയതിനെ ആൾക്കാർ കളിയാക്കി. ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞു. യേശുവിന് അതിൻ്റെ ആവശ്യമില്ല. യേശുവിനെ തന്നെത്താൻ ഉയർത്താൻ ഇവിടെ ഒരു സംവിധാനം വേണ്ട. സ്വന്തമായി മഹത്വമില്ലാത്തവർ മഹത്വം ഉണ്ടാക്കുന്നതൊക്കെ എടുത്തോട്ടെ. അല്ലേ? അവർക്ക് വലിയ വലിയ കാര്യം ഉണ്ടെങ്കിലേ അവർക്ക് മഹത്വം പറയാൻ പറ്റും. പക്ഷേ അവിടത്തേക്ക് മഹത്വം പറയാൻ ഈ ലോകത്തിൽ ഒന്നും വേണ്ട. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോഴും ആളുകൾ കളിയാക്കി. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ ഈ ചുങ്കക്കാരെയും ഈ സമൂഹത്തിൽ താഴ്ന്ന നിലയുള്ള ഇവരെയൊക്കെയാണോ ഇവൻ ശിഷ്യന്മാരായി തിരഞ്ഞെടുത്തത്? യേശുവിനെ കുറിച്ച് പറഞ്ഞു, ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ. പക്ഷേ അരുമനാഥൻ്റെ തെരഞ്ഞെടുപ്പ് തെറ്റായിരുന്നില്ല. അവിടുന്ന് ഏറ്റവും കൃത്യമായി പ്രവർത്തിച്ചതാ. സ്തോത്രം. അതിന് തിരുവെഴുത്ത് പറയുന്നൊരു വിശദീകരണം കൂടിയുണ്ട്. ഈ ലോകത്തിൽ ഏറ്റവും ഉന്നതമായത്, ശ്രേഷ്ഠമായത് ദൈവത്തിൻ്റെ മുമ്പാകെ അറപ്പാൻ. ദൈവത്തിന് ഇവിടുത്തെ മഹത്വമല്ല, ഇവിടുത്തെ പുകഴ്ചയല്ല, പകരം അവിടുന്ന് പ്രവർത്തിക്കുന്നത് എപ്പോഴും അവിടുത്തെ മഹത്വത്തിനനുസരിച്ചാണ്. സ്തോത്രം. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി മനസ്സിലാക്കാനുള്ള കഴിവോ പക്വതയോ തിരിച്ചറിവോ നമുക്ക് പലപ്പോഴുമില്ല. അതുകൊണ്ട് കർത്താവിനോട് പറയണം, ദൈവമേ, അങ്ങയുടെ ഇഷ്ടവും അവിടെ ഹിതവും അവിടുത്തെ പ്രവൃത്തിയും ഗ്രഹിപ്പാൻ എനിക്ക് കൃപ തരണമേ. അവിടുത്തെ സത്യത്തിൽ നടപ്പാൻ എനിക്ക് കൃപ നൽകണമേ. അങ്ങയുടെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യാതെ അങ്ങയെ സേവിക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് ഇന്ന് നമുക്ക് പറയാം. ജീവിതത്തിൽ ഒരുപക്ഷെ കഷ്ടങ്ങൾ വന്നേക്കാം, പ്രയാസങ്ങൾ വന്നേക്കാം, ബുദ്ധിമുട്ടുകൾ വന്നേക്കാം, ചില പ്രവൃത്തികൾ അയ്യോ അങ്ങനെ വേണ്ടായിരുന്നു എന്ന് തോന്നിയേക്കാം. പക്ഷേ അപ്പോഴും അതിൻ്റെ പിന്നിൽ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, അവിടുത്തെ പ്രവൃത്തിയൊന്നും റോങ് അല്ല, തെറ്റല്ല,
അവിടത്തേക്ക് ഇതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്, അവിടത്തേക്ക് ഇതിന് പിന്നിൽ ചില കാര്യപരിപാടികൾ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ ഹിതത്തിന് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകട്ടെ. പത്രോസിനോട് പറയുന്നു, പത്രോസേ, ഞാൻ ചെയ്യുന്ന ഈ പ്രവൃത്തി എന്താണെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല, പക്ഷെ നീ പിന്നീട് അറിയും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന പല കാര്യങ്ങളുടെയും അർത്ഥം നമുക്കറിയില്ല, പക്ഷെ പിന്നീട് നമ്മൾ അറിയും. നമ്മുടെ കണ്ണുകൾ ദൈവം ഭാഗം അടയ്ക്കുമോ? ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? കർത്താവേ, ഇന്ന് എന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടായി പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന, ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്. മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, മിക്ക കാര്യങ്ങളും നിങ്ങൾ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ദൈവം പ്രവർത്തിക്കുന്നില്ലെന്നല്ല, ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ചില കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളാണ്, ശരിയായ കാര്യങ്ങളല്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ തിരിച്ചറിയുക, ദൈവം തെറ്റായി ഒരു കാര്യവും ചെയ്യുന്നില്ല. ദൈവമെല്ലാം ചെയ്യുന്നത് ശരിയായ കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ നിങ്ങൾ പറയും, ദൈവം താമസിച്ചു പോയി, അല്പം കൂടെ നേരത്തെ ചെയ്യണമായിരുന്നു. ഇല്ല, ദൈവം എല്ലാ കാര്യങ്ങളും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്നവനാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടായിരിക്കാം, പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നില്ലല്ലോ, അങ്ങനെ ഒരു കാര്യം ഞാൻ കാണുന്നില്ലല്ലോ എന്ന് ഭാരപ്പെടുന്നവരായിരിക്കാം. ഒരുപക്ഷെ ദൈവം തെറ്റായി പ്രവർത്തിക്കുന്നു, ശരിയായിട്ടല്ല ദൈവം ചെയ്യുന്നതെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നവരായിരിക്കാം. നിങ്ങളോടായിട്ട് പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾ അറിയാൻ പോകുക, ദൈവം ചെയ്തതിൻ്റെ പിന്നിലെ നന്മ നിങ്ങൾ അറിയാൻ പോകുക. ആമേൻ. യോസഫ് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ദിവസം പറയും, ആമേൻ ആമേൻ, അനേക ദോഷങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നു, പക്ഷേ എൻ്റെ ദൈവമെല്ലാം എനിക്ക് ഗുണമാക്കി തീർത്തു. ആമേൻ. എൻ്റെ ജീവിതത്തിൽ വന്നു പോയ കഷ്ടത എനിക്ക് ഗുണമായി, പ്രതിസന്ധി എനിക്ക് ഗുണമായി. അതുകൊണ്ടാണല്ലോ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേർന്നത്. ദാവീദ് പറഞ്ഞതുപോലെ, ആമേൻ, ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി, അതുകൊണ്ട് എനിക്ക് അവൻ്റെ ചട്ടങ്ങളെ പഠിപ്പാനിടയായി. ജീവിതത്തിൽ പ്രതിസന്ധിയിലൂടെ, പ്രശ്നങ്ങളിലൂടെ പോകുന്നവർ, പ്രതികൂലങ്ങളിലൂടെ പോകുന്നവർ അറിയണം, ദൈവം അറിയാതെ അല്ല ഇതൊന്നും സംഭവിക്കുന്നത്. ആമേൻ. അവൻ അറിയാതെ തലയിലെ ഒരു മുടി പോലും നിലത്തു വീഴുന്നില്ല. സകലവും അവൻ അറിയുന്ന ദൈവമാണ്. ഏൽപ്പിക്കാം, സമർപ്പിക്കാം, ദൈവത്തിന് ഹിതത്തിന് ഏൽപ്പിക്കാം.